ഭീകരാക്രമണ സാധ്യതയെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് രാജ്യത്ത് 12 NIA റെയ്ഡ്. ഡ്രോൺ IED സ്ഫോടനമുണ്ടാകുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന് പിന്നാലെയാണ് പരിശോധന. YS അഭിനന്ദ് വിവരങ്ങൾ നൽകും. അഭിനന്ദ്, എവിടെയാണ് ഇപ്പോൾ ഈ കാര്യമായ NIA റെയ്ഡ് നടക്കുന്നത്? എന്താണ് ഭീഷണി വന്നിരിക്കുന്നത്? ആരുടെ ഭാഗത്തുനിന്നാണ് ഭീഷണി? സ്മൃതി, ജമ്മു കാശ്മീരിലെ രജൌരിയിൽ സുരക്ഷാ സേന ഓപ്പറേഷൻ ശിവാലി എന്ന പേരിലുള്ള റെയ്ഡ് അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഭീകരരും ഒപ്പം തന്നെ സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. പാക് ഭീകരാക്രമണം ലക്ഷ്യമിട്ടുകൊണ്ട് ചിലർ പദ്ധതിയിടുന്നു എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ NIA രാജ്യവ്യാപകമായിട്ടുള്ള റെയ്ഡിലേക്ക് കടന്നിരിക്കുന്നത്. 12 സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായിട്ടും ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉത്തർപ്രദേശിലെ 5 സ്ഥലങ്ങൾ, പഞ്ചാബിലെ 2 സ്ഥലങ്ങൾ, രാജസ്ഥാനിലെ 2 സ്ഥലങ്ങൾ, ബീഹാറിലെ 1 സ്ഥലത്താണ് ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത്. പാക് ഭീകരാക്രമണം അത് രാജ്യവ്യാപകമായി തന്നെ പദ്ധതി ഇടുന്നതിനകത്ത് മുഖ്യ സൂത്രധാരനടക്കമുണ്ട് എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് അത് NIAക്ക് കൈമാറിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലേക്ക് രാജ്യത്ത് പല ഭാഗങ്ങളിലും റെയ്ഡ് നടക്കുന്നത്. രജൌരിയിലെ ഏറ്റുമുട്ടൽ അത് അവസാന ഘട്ടത്തിലേക്കാണെന്നാണ് നിലവിൽ വ്യക്തമാക്കുന്നത്. ഇവരുടെ ഒളിത്താവളം അടക്കം കണ്ടെത്തിയ സാഹചര്യത്തിൽ കൂടുതൽ ഭീകരർ അതിർത്തിയിലേക്ക് അടക്കം നുഴഞ്ഞുകയറി IED സ്ഫോടനം അടക്കം പദ്ധതിയിടുന്നു എന്നുള്ള റിപ്പോർട്ട്. ആ റിപ്പോർട്ട് പ്രകാരമാണ് NIA ഇത്തരത്തിലേക്ക് വ്യാപകമായിട്ടുള്ള റെയ്ഡ് അത് പല സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് രാജ്യത്ത് 12 ഇപ്പോൾ ഭീകരാക്രമണ സാധ്യത എന്ന മുന്നറിയിപ്പിനെ തുടർന്ന് പരിശോധന നടക്കുന്നത്. YS അഭിനന്ദാണ് വിവരങ്ങൾ നൽകിയത്.